സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ ഡ്രോൺ ശക്തിയെക്കുറിച്ച് അമേരിക്കൻ പൈലറ്റ് പറഞ്ഞത് കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ഉദ്യോഗസ്ഥർ. ഇറാന്റെ വെടിയേറ്റ് വീണ യുദ്ധവിമാനത്തിന്റെ പൈലറ്റാണ് അമേരിക്കയെ ഞെട്ടിക്കുന്ന ആ വിവരം പങ്കുവച്ചത്. വെടിയേറ്റ വിമാനത്തിൽ നിന്ന് താൻ പുറത്തേക്ക് തെറിക്കും മുമ്പ് ആകാശത്ത് ഒന്നിച്ച് ഒരു കൂട്ടമായി നീങ്ങുന്ന ഇറാനിയൻ ഡ്രോണുകളെ കണ്ടുവെന്നാണ് പൈലറ്റ് പറഞ്ഞത്. അവ ജെല്ലി ഫിഷിനെ പോലെ തോന്നിച്ചു എന്നാണ് പൈലറ്റ് വിശദീകരിച്ചത്. പൈലറ്റ് പങ്കുവച്ച ഈ വിവരം അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ ഭിന്നത ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇറാൻ ഡ്രോൺ സാങ്കേതികവിദ്യ ഇത്രത്തോളം വികസിച്ച കാര്യം എന്തുകൊണ്ട് ഇറാനിൽ കേന്ദ്രീകരിച്ച രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ വീഴ്ചയ്ക്കിടെ പൈലറ്റിന്റെ തലയ്ക്ക് ഇടിയേറ്റതാണെന്നും അത് അയാൾക്ക് മനസ്സിൽ തോന്നിയത് മാത്രമായിരിക്കാം എന്നുമാണ് ഒരു വിഭാഗം രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ന്യായീകരണമായി പറയുന്നത്. നീ ഈ പറയുന്നത് തന്നെയാണോ കണ്ടതെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചില ഉദ്യോഗസ്ഥർ പൈലറ്റിനോട് ചോദിച്ചതായും CNN സോഴ്സുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം തൽക്കാലത്തേക്ക് അവസാനിച്ചുവെങ്കിലും ഒരേ താളത്തിൽ ഒന്നിച്ചു നീങ്ങുന്ന ഇറാന്റെ ഡ്രോണുകൾ അല്ലെങ്കിൽ ഇറാന്റെ ജെല്ലി ഫിഷ് ഡ്രോൺ ഇപ്പോൾ അമേരിക്കയുടെ പേടി സ്വപ്നമായി മാറുകയാണ് എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ഇറാന്റെ ഡ്രോൺ കൂട്ടത്തെ അമേരിക്ക ഇത്രത്തോളം പേടിക്കുന്നത്? ശത്രുക്കളെ അത്രത്തോളം സ്തബ്ധരാക്കുന്ന എന്ത് സാങ്കേതിക വിദ്യയാണ് ഇറാൻ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് ഇറാൻ സൈന്യം വെടിവെച്ചിട്ട F-15 അതായത് F-15 പോർ വിമാനത്തിന്റെ പൈലറ്റാണ് ആ നിർണായകമായ കാഴ്ച കണ്ടത്. ജെല്ലി ഫിഷിന്റെ രൂപത്തിൽ ഇറാന്റെ നിരവധി ഡ്രോണുകൾ പരസ്പരം ബന്ധിപ്പിച്ച് ഒരൊറ്റ ശരീരം പോലെ ആകാശത്തിലൂടെ നീങ്ങുന്നു. വലിയ ഡ്രോണുകൾക്ക് താഴെ കാലുകൾ പോലെ ചെറിയ ഡ്രോണുകൾ ഉണ്ടായിരുന്നു എന്നാണ് പൈലറ്റ് പറയുന്നത്. അമേരിക്കയുടെ പ്രത്യേക സേന രക്ഷപ്പെടുത്തിയ ഈ പൈലറ്റിൽ നിന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ വിവരശേഖരണത്തിനിടയിലാണ് അയാൾ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ആദ്യം അന്യഗ്രഹ ജീവികളെ പോലെയാണ് തനിക്ക് തോന്നിയതെന്നാണ് പൈലറ്റ് പറഞ്ഞതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ CNN പറഞ്ഞു. ഡ്രോണുകളാണ് എന്ന് മനസ്സിലായപ്പോൾ ആകാശത്തെ ഡ്രോണുകളുടെ മൈൻ ഫീൽഡ് അതായത് മൈനുകൾ വിതറിയ പാടം കണ്ടതുപോലെയാണ് തനിക്ക് തോന്നിയതെന്നാണ് പൈലറ്റ് പറഞ്ഞതായി മറ്റൊരു ഉദ്യോഗസ്ഥൻ CNN പറഞ്ഞത്. അതായത് പൈലറ്റ് തന്നെ ഇറാന്റെ ഡ്രോണുകളെ കൂട്ടത്തോടെ കണ്ട് അന്തിച്ചുപോയി പേടിച്ചുപോയി എന്നാണ് അയാളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അയാൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ് അയാൾ ആകാശത്ത് കണ്ടത് എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. പൈലറ്റ് വിവരിച്ചതുപോലെ ഒരേ താളത്തിൽ ഒന്നിച്ചു നീങ്ങുന്ന ഡ്രോണുകളുടെ കൂട്ടത്തെയാണ് കണ്ടത് എങ്കിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുടെ കാര്യമാണ്. കാരണം അത് ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ അത്ഭുതകരമായ മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. F-15 പോർ വിമാനം തകർന്നു വീണത് ഇറാന്റെ വെടിയേറ്റാണ് എന്നുള്ള കാര്യം ഇതുവരെ അമേരിക്ക സമ്മതിച്ചിട്ടില്ല. കാരണം സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനങ്ങളെ ഇറാനെ അങ്ങ് വെടിവെച്ചിടാൻ പറ്റില്ല എന്നാണ് അമേരിക്ക ഇപ്പോഴും വാദിക്കുന്നത്. വിമാനം വീണതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ പൈലറ്റിന്റെ വെളിപ്പെടുത്തൽ വന്നതോടെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ മാറി ചിന്തിക്കുന്നുണ്ട്. അതായത് ഇറാന്റെ ഈ ഡ്രോൺ കൂട്ടം അല്ലെങ്കിൽ ഈ ജെല്ലി ഫിഷ് ഡ്രോൺ ഏതോ തരത്തിൽ പോർ വിമാനത്തെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള അമേരിക്കയുടെ അത്യാധുനിക പോർ വിമാനത്തെ വെടിവെച്ചിടാൻ സഹായിച്ചു എന്നാണ് ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു പൈലറ്റും വെപ്പൺ സിസ്റ്റം ഓഫീസറും അടങ്ങുന്നതായിരുന്നു F-15 വിമാനത്തിലെ ജീവനക്കാർ. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച പൈലറ്റിനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ സൈന്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്ഷപ്പെടുത്തി. പക്ഷേ വെപ്പൺ സിസ്റ്റം ഓഫീസർ ഒരു ദിവസത്തിലധികം ഇറാനിയൻ മലനിരകളിൽ ഒളിച്ചിരുന്നു അല്ലെങ്കിൽ കുടുങ്ങിപ്പോയി. അതിനുശേഷമാണ് അമേരിക്കൻ സൈന്യം അയാളെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയത്. ഈ ഓഫീസർ പൈലറ്റ് കണ്ടതുപോലെ ഈ ഡ്രോൺ കൂട്ടത്തെ കണ്ടിരുന്നോ എന്നും ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നുണ്ട്. ഈ വെപ്പൺ സിസ്റ്റം ഓഫീസറെ രക്ഷിക്കുന്നതിനിടെ അമേരിക്കയുടെ A-10 വിമാനത്തെയും ഹെലികോപ്റ്ററുകളെയും ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. ഇതിന് പിന്നിലും ഇറാന്റെ ഡ്രോൺ കൂട്ടം ഉണ്ടോ എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംശയിക്കുന്നത്. അതായത് ഈ വെപ്പൺ സിസ്റ്റം ഓഫീസറെ രക്ഷിക്കാൻ ചെന്ന വിമാനങ്ങളെയും തകർത്തതിന് പിന്നിൽ ഈ ഇറാന്റെ ഈ ആകാശത്തെ ഡ്രോൺ കൂട്ടം അല്ലെങ്കിൽ ഇറാന്റെ ഈ ജെല്ലി ഫിഷ് ഡ്രോൺ ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും പൈലറ്റിന്റെ ഈ വെളിപ്പെടുത്തലിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ള കാര്യത്തിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്കിടയിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ കടുത്ത ഭിന്നതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൈലറ്റിന്റെ തലയ്ക്ക് പരിക്കേറ്റതിനാൽ ഡ്രോൺ കൂട്ടത്തെ പോലെ തോന്നിയതാണോ എന്നാണ് പ്രധാന സംശയം ചില രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. പൈലറ്റിന് വലിയ മാനസിക ആഘാതം ഉണ്ടായി എന്നും
ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. അതിന് കാരണം ഈ പൈലറ്റിന്റെ രണ്ടാം വിമാനമാണ് ഇറാൻ യുദ്ധത്തിനിടെ തകരുന്നത്. ആദ്യം കുവൈറ്റ് സൈന്യം ഇദ്ദേഹം പറത്തിയ ഒരു യുദ്ധവിമാനം അബദ്ധത്തിൽ വെടിവെച്ചിട്ടിരുന്നു. അത് കഴിഞ്ഞാണ് ഇറാൻ വ്യോമാതിർത്തിക്കുള്ളിലെ ഈ നേരത്തെ പറഞ്ഞ അപകടം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പൈലറ്റിന്റെ മാനസിക നിലയിലേക്കാണ് ചില ഉദ്യോഗസ്ഥർ വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹം ചില മാനസികമായി പെട്ടെന്നുണ്ടായ ഒരു ആഘാതത്തിന്റെ പേരിൽ കണ്ട ഒരു കാഴ്ചയായിരിക്കാം എന്നുള്ള കാര്യമാണ് ചില ഉദ്യോഗസ്ഥർ ന്യായീകരണമായി, അതായത് ഇറാന്റെ ശക്തിയെ കുറച്ചു കാണിക്കാൻ വേണ്ടി ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ വിരൽ ചൂണ്ടുന്നത്. മരുഭൂമിയിലെ വല്ല കനൽ കാഴ്ചയുമായിരിക്കും പൈലറ്റ് കണ്ടത് എന്ന് വരുത്തി തീർക്കാനാണ് ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. അതേസമയം ഈ വെളിപ്പെടുത്തൽ കേട്ട ഉടനെ പൈലറ്റിനെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർ നീ പറയുന്നത് സത്യമാണോ എന്ന് അത്ഭുതത്തോടെ തിരിച്ചു ചോദിച്ചു. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അവിശ്വസനീയവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു പൈലറ്റിന്റെ വിവരണം. അതായത് ഇറാൻ അത്രത്തോളം വലിയ സാങ്കേതിക വിദ്യയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ആവർത്തിച്ച് സംസാരിച്ചിട്ടും പൈലറ്റ് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് വിവരം. അതായത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിയാത്ത ഉയരത്തിലേക്ക് ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യ പറന്നുയർന്നു കഴിഞ്ഞു എന്നാണ് ഈ രംഗത്തെ സാങ്കേതിക വിദഗ്ധരെല്ലാം ഒറ്റ ശ്വാസത്തിൽ പറയുന്നത്. പൈലറ്റ് കണ്ട ഡ്രോൺ കൂട്ടത്തെ സൃഷ്ടിക്കുന്നത് വൺ ടു മെനി മെഷ്ഡ് നെറ്റ്വർക്കിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്. ഇതുവഴി ഒരൊറ്റ ഓപ്പറേറ്റർക്ക് ഒരേ സമയം ഒരു കൂട്ടം ഡ്രോണുകളെ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് പ്രത്യേകത. അതായത് നിരവധി ഡ്രോണുകളെ ഒരൊറ്റ കൂട്ടമായി കോർത്തിണക്കി പരസ്പരം ആശയവിനിമയം നടത്തി ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന അത്യാധുനിക കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് സാങ്കേതിക വിദ്യയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൺ ടു മെനി മെഷ്ഡ് നെറ്റ്വർക്കിംഗ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതായത് വലിയൊരു സാങ്കേതിക വിദ്യയാണ് ഇറാൻ സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. സാധാരണ ഡ്രോണുകളെ കൺട്രോളർ ഉപയോഗിച്ച് ഒരാളാണ് നിയന്ത്രിക്കുന്നത്. എന്നാൽ ഈ മെഷ്ഡ് നെറ്റ്വർക്കിൽ കൂട്ടത്തിലെ വലിയ ഡ്രോൺ മറ്റുള്ള ചെറിയ ഡ്രോണുകളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കും. കൺട്രോളറിൽ നിന്ന് സിഗ്നലുകൾക്കായി കാത്തു നിൽക്കാതെ ഡ്രോണുകൾ പരസ്പരം റേഡിയോ തരംഗങ്ങൾ വഴിയോ വൈഫൈ വഴിയോ വിവരങ്ങൾ കൈമാറും, അല്ലെങ്കിൽ ആശയവിനിമയം നടത്തും. ഒരു കൂട്ടം പക്ഷികൾ ആകാശത്ത് ഒന്നിച്ച് ദിശ മാറി പറക്കുന്നത് പോലെ ഈ ഡ്രോണുകൾക്ക് കൃത്യമായ അകലം പാലിച്ച് ഒരൊറ്റ രൂപമായി ചലിക്കാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. അമേരിക്കൻ പൈലറ്റ് പറഞ്ഞതുപോലെ ജെല്ലി ഫിഷിന്റെ മുകളിലുള്ള ഒരു കുട പോലുള്ള പ്രധാന ഭാഗം വലിയ ഡ്രോൺ ആയിരിക്കും. ഇതിലായിരിക്കും പ്രധാന റഡാറുകളും നാവിഗേഷൻ സംവിധാനങ്ങളും ഉണ്ടാവുക. ഇതിന് താഴെ ഘടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന് താഴെ പറക്കുന്ന ചെറിയ ഡ്രോണുകൾ വലിയ ഡ്രോണിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് ചലിക്കും. ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നുള്ള കമാൻഡുകൾ പ്രധാന ഡ്രോൺ സ്വീകരിക്കുകയും അത് ഒരു ചെയിൻ പോലെ അടുത്തടുത്തുള്ള ചെറിയ ഡ്രോണുകളിലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ എത്തിക്കുകയും ചെയ്യും. ശത്രുക്കൾ ഏതെങ്കിലും ഒരു ഡ്രോണിന്റെ സിഗ്നൽ തകർത്താലും മറ്റു ഡ്രോണുകൾ വഴി സിഗ്നൽ കൈമാറി നെറ്റ്വർക്ക് തകരാതെ സൂക്ഷിക്കാൻ ഈ നെറ്റ്വർക്കിങ്ങിലൂടെ കഴിയും എന്നതാണ് മറ്റൊരു സവിശേഷത. ഇനിയിപ്പോൾ ഒരു ഡ്രോൺ വെടിയേറ്റ് വീണാൽ ബാക്കിയുള്ള ഡ്രോണുകൾ സ്വയം റൂട്ട് പുനഃക്രമീകരിച്ച് ആക്രമണം തുടരും. മാത്രമല്ല റഡാർ സ്ക്രീനുകളിൽ ഇവ വലിയ വിമാനമായോ അല്ലെങ്കിൽ വെറുമൊരു പശ്ചാത്തല ശബ്ദമായോ മാത്രമേ കാണിക്കൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ എത്ര ഡ്രോണുകൾ ഉണ്ടെന്നത്, അതായത് അതിൻ്റെ എണ്ണം എത്ര എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ മെഷ്ഡ് നെറ്റ്വർക്കിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പറക്കുന്ന ഡ്രോൺ കൂട്ടങ്ങളെ പൂർണ്ണമായും തകർക്കുക എന്നത് നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് പൈലറ്റ് പറഞ്ഞ കാര്യം അമേരിക്കൻ പ്രതിരോധ രംഗത്തെ ഉദ്യോഗസ്ഥരെ പേടിപ്പിക്കുന്ന കാര്യമായി മാറുന്നത്, അല്ലെങ്കിൽ അവരുടെ പേടി സ്വപ്നമായി മാറുന്നത്. ഈ സാങ്കേതിക വിദ്യ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചതല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിന് പിന്നിൽ റഷ്യയുടെയും ചൈനയുടെയും ശക്തമായ സഹായമുണ്ട് എന്നുള്ളതാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ സംശയിക്കുന്നത്. കാരണം വൺ ടു മെനി മെഷ്ഡ് നെറ്റ്വർക്കിംഗ് സാങ്കേതിക വിദ്യയിൽ ചൈന വളരെ മുന്നിലാണ്. കൂടാതെ അമേരിക്കൻ ഉപരോധങ്ങൾ മറികടന്ന് ഡ്രോൺ നിർമ്മാണത്തിന് ആവശ്യമായ അത്യാധുനിക എഞ്ചിനുകൾ, മൈക്രോ ചിപ്പുകൾ, കമ്പ്യൂട്ടർ ചിപ്പുകൾ, ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ, ബാറ്ററികൾ എന്നിവ ചൈനീസ് കമ്പനികൾ ഷാഡോ ഷിപ്പിംഗ് വഴിയോ റഷ്യയിൽ നിന്ന് കാസ്പിയൻ കടൽ വഴിയോ ഇറാനിലേക്ക് എത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഇറാനിയൻ ഡ്രോണുകൾ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താൻ ചൈനയുടെ സ്വന്തം ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനമായ ബെയ്ദു ഉപയോഗിക്കാൻ ഇറാന് ചൈനയുടെ അനുവാദവുമുണ്ട്. അതായത് ചൈനീസ് സാങ്കേതിക വിദ്യയാണ് ഇറാൻ പകർത്തിയിരിക്കുന്നത്, ഈ ഡ്രോണുകളുടെ കാര്യത്തിൽ പകർത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ കഴിയുന്ന വിവരങ്ങളാണ് ഞാൻ ഈ പങ്കുവച്ചത്. ഇനി റഷ്യയുടെ സഹായത്തിലേക്ക് പോയാൽ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വ്യാപകമായി ഇറാന്റെ ഷഹീദ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ പാശ്ചാത്യ പ്രതിരോധ
സംവിധാനങ്ങളെ എങ്ങനെ വെട്ടിച്ചു പോകാം, എങ്ങനെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താം എന്ന വിവരങ്ങൾ റഷ്യ ഇറാന് കൈമാറുന്നുണ്ട്. കൂടാതെ റഷ്യ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആൻറ്റി ജാമിംഗ് സാങ്കേതിക വിദ്യയും സിഗ്നലുകളെ പ്രതിരോധിക്കാനുള്ള ശേഷിയും റഷ്യൻ സഹായത്തോടെ ഇറാൻ തങ്ങളുടെ ഡ്രോണുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജെല്ലി ഫിഷ് ഡ്രോണുകളിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചൈനയുടെ സാങ്കേതിക ഘടകങ്ങളും റഷ്യയുടെ യുദ്ധതന്ത്രങ്ങളും ഇറാൻ്റെ സ്വന്തം ഡിസൈനുകളുമായി ഒത്തുചേർന്നപ്പോഴാണ് അമേരിക്കയെപ്പോലും ഞെട്ടിപ്പിക്കുന്ന ജെല്ലി ഫിഷ് ഡ്രോൺ കൂട്ടങ്ങൾ രൂപപ്പെട്ടത് എന്ന വിലയിരുത്തലാണ് വരുന്നത്. എന്തായാലും ഇറാൻ്റെ ഈ പുതിയ ജെല്ലി ഫിഷ് ഡ്രോൺ സാങ്കേതിക വിദ്യ അമേരിക്കയ്ക്കും അവരുടെ ഗൾഫ് സഖ്യകക്ഷികൾക്കും ഇസ്രയേലിനും അതിഭീകരമായ സുരക്ഷാ ഭീഷണിയും വലിയ സാമ്പത്തിക പ്രതിരോധ തലവേദനയുമാണ് സൃഷ്ടിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇസ്രയേലിൻ്റെ അയൺ ഡോമിനെ വരെ ഈ ഡ്രോൺ കൂട്ടത്തിന് പരാജയപ്പെടുത്താൻ ശേഷിയുണ്ട്, ആരോയെയും പരാജയപ്പെടുത്താൻ ശേഷിയുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കും ഇറാൻ ഈ സാങ്കേതിക വിദ്യ കൈമാറിയാൽ, അല്ലെങ്കിൽ ഈ ഡ്രോണുകളെ കൈമാറിയാൽ ഇറാൻ ആകെ പെട്ടുപോകുന്ന അവസ്ഥയുണ്ടാകും. ഇസ്രയേലിനെയും അമേരിക്കയും സഹായിക്കുന്ന ഗൾഫ് രാജ്യങ്ങളും ഇറാൻ്റെ ഈ ഡ്രോൺ കൂട്ടത്തെ പേടിക്കേണ്ടി വരും. മെഷ്ഡ് നെറ്റ്വർക്കിംഗ് ഡ്രോണുകൾ ഉപയോഗിച്ചാൽ ഗൾഫിലെ സുപ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളെയും തുറമുഖങ്ങളെയും കൂടുതൽ മാരകമായി തകർക്കാൻ, ആക്രമിക്കാൻ ഇറാന് കഴിയും. ചുരുക്കത്തിൽ മിസൈലുകളെക്കാൾ അപകടകാരികളായ, സ്വയം ചിന്തിച്ച് ആക്രമണം നടത്തുന്ന ഡ്രോൺ കൂട്ടങ്ങളെയാണ് ഇറാൻ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇതിനെ പ്രതിരോധിക്കാൻ പരമ്പരാഗത മിസൈലുകൾക്ക് പകരം ലേസർ ആയുധങ്ങളും ഹൈ പവർ മൈക്രോവേവ് സംവിധാനങ്ങളും അമേരിക്കയും ഇസ്രയേലും വൻതോതിൽ വികസിപ്പിക്കേണ്ടി വരുമെന്ന സ്ഥിതിയാണ് ഇറാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. സംഘർഷം അവസാനിച്ചെങ്കിലും ഇറാൻ ഡ്രോൺ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ഈ പുതിയ അറിവ് അമേരിക്കയും ഇസ്രയേലിനെയും ഒരുപോലെ ആദി പിടിപ്പിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. പേജ് 10 സ്റ്റോറീസ് വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപിളി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.